നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് നിറവേറ്റാൻ കയ്യിൽ കാശില്ലാത്ത ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ പണത്തിന്റെ വില അറിയാം, പണത്തിന്റെ മൂല്യം അറിയാം. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണോ? നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? എനിക്കുള്ള ചെലവുകളോ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ പണത്തോടുള്ള കാഴ്ചപ്പാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ക്യാൻ മണി ബൈ യു ഹാപ്പിനെസ്? പണം കൊടുത്ത് സന്തോഷം നേടിയെടുക്കാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ മണി ഇസ് നോട്ട് എവറിത്തിങ്, ബട്ട് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു മണി. സോ പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാം പൈസ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. ബട്ട് പക്ഷെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഹാപ്പിനെസ് ആയിട്ട് എല്ലാം ഇറ്റ്സ് റിലേറ്റഡ് ടു മണി. സോ മണി ഇസ് ഇമ്പോർട്ടൻറ്റ്. മണി ഇസ് എവറിത്തിങ്. ഇൻ മൈ ഒപ്പീനിയൻ ജെനുവൻലി ഒരു 90% ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മണി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ളൊരു ആളെ കാണുകയാണെങ്കിലോ മീറ്റ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതും സാമ്പത്തിക സഹായങ്ങളാണല്ലോ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോഴും അത് സ്വീകരിക്കുന്ന ആൾക്കും ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഒരിക്കലുമില്ല, പണം കൊണ്ട് ഒരിക്കലും സന്തോഷം കിട്ടൂല. കാരണം ദുഃഖം ഉണ്ടാവുള്ളൂ. കാരണം പണം കയ്യിൽ കിട്ടി അത് തിരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പണം കയ്യിലേക്ക് കിട്ടത്തില്ലെങ്കിൽ പിന്നെ വരുന്നത് ടെൻഷനും കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊരിക്കലും സന്തോഷം കിട്ടുന്നു വരില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും പൈസ കയ്യിലുണ്ടെങ്കിൽ. നമ്മളെ കാര്യത്തിനുള്ള ആവശ്യം ഒരു മണി വേണമല്ലോ. ഇപ്പോൾ പുറത്ത് പോകാനായാലും നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു ചിലവും കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് ചോദിക്കാതെ സ്വയം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നിൽക്കാൻ പറ്റും. ഇപ്പോൾ മണി ആവശ്യമുണ്ട്. എല്ലാ സന്തോഷവും ക്യാഷ് ഉണ്ടെങ്കിൽ കിട്ടൂലല്ലോ. പക്ഷെ ക്യാഷ് ഉണ്ടെങ്കിൽ കിട്ടുന്ന കുറേ സന്തോഷങ്ങളുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം. പക്ഷെ നമ്മളെ ലൈഫിന് അടിപൊളിയാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്താണെങ്കിലും അത് ക്യാഷ് കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടോ? പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യാം. അതിനോടൊപ്പം ഞങ്ങൾ പബ്ലിക്കിനോട് ചോദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യാം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് അരുൺ സൈനിങ് ഓഫ്.